ഇറ്റ്സ് മീ യുവർ ബബി ഹിയർ. അങ്ങനെ വീണ്ടും ഒരു വലിയൊരു വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ടൊരു സ്റ്റേക്കേഷൻ പോവാണ്. എല്ലാവരുടെയും മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനും, സ്പെഷ്യലി എൻ്റെ, കാരണം ഐ എം ഗോയിങ് ത്രൂ എ ലോട്ട് ഇൻ മൈ ലൈഫ്. സോ എന്താ പറയുക, കുറേ സിറ്റുവേഷൻസൊക്കെ ഒന്ന് ഹാപ്പിയായി മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയി തിരിച്ചു വരാൻ വേണ്ടി എപ്പോഴും ഒരു സ്റ്റേക്കേഷൻ ഉള്ളതാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ കുറേ പറയുന്നു എനിക്കൊന്ന് പൂളിലൊക്കെ പോകണം, സ്വിം ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും പോകണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്നൊരു ഐഡിയ ആണ് സ്റ്റേക്കേഷന് പോകാമെന്ന്. അങ്ങനെ സ്റ്റേക്കേഷന് പോകുന്നൊരു വ്ളോഗാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ടുള്ളൊരു പർച്ചേസിങ്ങും കാര്യങ്ങളാണ്. സോ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. സോ എനിവേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ. നമ്മുടെ UAE ലോങ് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫാമിലി ആയിട്ട് അബുദാബി പോവാണ്. ഒരു ചെറിയൊരു സ്റ്റേക്കേഷൻ നമ്മൾ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് പൂള് കാര്യങ്ങളൊക്കെ. സോ ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പമാണ്. സേ ഹായ്. ഹായ്. അപ്പോ നമ്മുടെ സ്റ്റേക്കേഷന്റെ ബാക്കി വിശേഷങ്ങള് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Guide you into an untouched paradise where stress dissolves. നമ്മൾ പോകുന്ന വഴി കണ്ടൊരു കാര്യമാണിത്. അതായത് ഈ 3 വണ്ടിയും കണക്റ്റഡ് ആണ്. ഒരു ഐ തിങ്ക് ഇതൊരു GMC ആണ്, എനിക്ക് ആ വണ്ടി അറിയില്ല. പിന്നെ ഒരു കാരവാൻ, പിന്നെ ഒരു ബൈക്ക്. ആക്ച്വലി കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി ഞാൻ എടുത്തതാണ്. പിന്നെ പോകുന്ന വഴി നല്ലപോലെ എന്താ പറയുക, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മഴയും ആ ഒരു ക്ലൈമറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു സ്റ്റേക്കേഷനിൽ നമ്മൾ അലമോൻ മാത്രം മിസ്സിംഗ് ആണ്. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഉറപ്പായിട്ട് അവനുണ്ടായിരിക്കും. സ്റ്റേക്കേഷന് നമ്മൾ ലാസ്റ്റ് പോയിട്ട് ഇപ്പോൾ 1 വർഷത്തോളം അല്ലേ. പിന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് UAE സേഫ് ആണോ, എങ്ങനെയാ നിങ്ങള് എന്നൊക്കെ. നമ്മളിവിടെ എല്ലാവരും സേഫ് ആണ്. ആർക്കും അങ്ങനെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഗവൺമെന്റ് അത്രയും നമ്മളെ സെക്യൂർ ആയിട്ട് വെക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും സേഫ് ആണ്. അപ്പം ആരും വറി ആവണ്ട. അപ്പം ഇതിൽ നിന്നൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി സ്റ്റേക്കേഷനൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, എന്താ പറയാ, എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിൽ കാണത്തില്ല ഏത് പരിപാടി അലമ്പാക്കാൻ എടുത്തൻ, അതാണ് എന്റെ ഫാമിലി. സോ നമ്മള് അബുദാബി പോയി അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ ഒരു ദിവസത്തെ ഒരു സ്റ്റേക്കേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അലമോന് വരാൻ പറ്റിയില്ല. അലമോൻ ഇതിൽ മിസ്സിംഗ് ആണ്. അലമോന് വരാൻ പറ്റിയില്ല. അവൻ്റെ എന്താ പറയാ, ഒരു എമർജൻസി ഉണ്ടായതുകൊണ്ട് മാത്രം അവന് വരാൻ പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ അവനും കൊണ്ടാണെങ്കിൽ ഫുൾ വൈബായിരുന്നെന്ന് ഞങ്ങള്. അതെ, എല്ലായിടത്തും സേഫ് ആയിട്ട്. എന്റെ വ്ലോഗ് കാണുന്ന നിങ്ങൾ എല്ലാരും ഇവനെ സ്കിപ്പ് ചെയ്യാ, എന്നിട്ട് ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം. നിന്റെ
വീഡിയോ ആരും കാണത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. പിന്നെ ഞങ്ങളുടെ കൂടെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂടെ അമ്മ വണ്ടിയിൽ കേറിയിട്ടില്ലെന്നാ തോന്നുന്നത്. കാരണം കേറിയപ്പോ തൊട്ട് ആളുടെ യാതൊരുവിധ അനുഭവം ഇല്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ചുള്ള വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, അത് വേറെ കാര്യം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ വിടുന്നില്ല, എന്നെ റിലീസ് ആക്കൂ. എനിക്ക് ഇവിടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് 2-3 പേരൊക്കെ ഉള്ളൂ. പിന്നെ എനിക്കുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് എന്റെ ഫാമിലിയാണ്. സോ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാരും. ചുമ്മാ വെറുതെ വീഡിയോക്ക് വേണ്ടി നമ്മളിങ്ങനെ അടിച്ചങ്ങ് വിടുക. അതൊക്കെ ഞാനും കട്ട് ചെയ്യും. ഗൈസ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്റെ വീഡിയോയിൽ ഇവൻ കാണാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ എല്ലാ വീഡിയോയും ഇവനെ കട്ട് ചെയ്തായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ സ്റ്റേക്കേഷന് വന്ന് അടിച്ചു പൊളിക്കാം. നമ്മള് അബുദാബിയിൽ പോകുന്നത് നൊവോട്ടൽ അബുദാബി ഹോട്ടൽ ആണ്. അവിടെയാണ് നമ്മള് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു 1.5 ഒരു 2 hours പിടിക്കാം. 2 hours ട്രാവൽ ഉണ്ട്. വി ആർ ഓൺ ദ വേ. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. വീക്കെൻഡ് ആയപ്പോ ട്രാഫിക് ഉണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാം എങ്ങനെയാന്ന്. സോ ലെറ്റ്സ് സീ. നമ്മളങ്ങനെ ഫൈനലി ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫിറോസ് ചേട്ടൻ നമ്മുടെ ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്, നമ്മുടെ ID ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വരാനൊന്ന് ലേറ്റായി, ഒരു 1/2 hour 1 hour ആയിട്ട് നമ്മൾ ലേറ്റായി. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര കളർഫുള്ളാണ്. നമുക്കിവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നൈറ്റിലാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മലയാളിയെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളല്ലാതെ വേറെ മലയാളീസിനെ നമ്മൾ എന്താ പറയുക, താഴേക്ക് പോകുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാവട്ടെ ഒരു മലയാളീസിനെ പോലും നമ്മളല്ലാണ്ട് ഞാനവിടെ കണ്ടിട്ടില്ല. അത് ഞങ്ങൾ പറയുകയും ചെയ്തു. എന്താണെന്നറിയില്ല, മേ ബി ഉണ്ടായിരിക്കാം, നമ്മൾ കാണാത്തതായിരിക്കാം. പക്ഷെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് പേരെ കണ്ടതായിട്ട് എനിക്കിങ്ങനെ ഓർക്കുന്നു, പക്ഷെ അവർ മലയാളികളാണോ എന്നും ഉറപ്പില്ല. എന്തായാലും സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി എല്ലാം നിങ്ങളും കൂടെ നമ്മുടെ ഒപ്പം വീഡിയോയിൽ കാണുക. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. കാരണം ഇത് 2 ബിൽഡിംഗ് ആണ്, ഒന്ന് ഐബിസും ഒന്ന് നൊവോട്ടലും. നമ്മൾ ഐബിസിലായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് നൊവോട്ടലിൻ്റെ ബിൽഡിങ്ങിലെത്തി. പിന്നെ അവിടുന്ന് റൂമിലേക്ക് പോകുന്നൊരു സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഗൈസ്. ഞങ്ങൾ ഇച്ചിരി വരാൻ ഒരു 1 hour ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഓൾറെഡി ക്യാൻസലായി. സോ നമ്മൾ വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വന്നു. സോ ബട്ട് നമുക്ക് റൂം കിട്ടി. നമ്മൾ ലേറ്റായി വന്നതുകൊണ്ട് മാത്രം നമുക്ക് 4th ഫ്ലോറിലും 3rd ഫ്ലോറിലുമാണ് റൂം കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ 4th ഫ്ലോറിലെ റൂമിലാണ്. ഇതിൽ ഞാനും അമ്മയും ബിൻസി ആൻറ്റിയുമാണ്. താഴത്തെ ഫ്ലോറിലെ റൂമിലാണ് ഫിറോസ് ചേട്ടനും ബോബിയും. സോ വന്നപ്പോൾ തന്നെ എനിക്ക് റൂം ശരിക്കും ഇഷ്ടമായി. എന്താ പറയുക, അത്ര വലിയൊരു ലക്ഷറി ഫീലാണെന്ന് ചോദിച്ചാൽ അതെ, എന്നാൽ ഒരു എന്താ പറയുക, വളരെ നീറ്റ് ആൻഡ് കാമായിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വന്ന പാടെ തന്നെ റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാനും ബോബിയും കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു സീനറി പറയും ഗൈസ്. കാരണം നമ്മുടെ റൂമിൽ നേരെ വന്നിട്ട് കർട്ടൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നൊരു സീനാണിത്. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ്. നമ്മൾ നൈറ്റ് ടൈമിലാണ് ഇത് കാണേണ്ടത്. ഭയങ്കര രസമാണ്. ഞാൻ അതിൻ്റെ വീഡിയോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വ്ളോഗിൽ. അപ്പോൾ കണ്ടു നോക്ക്. Woke up late, missed the morning glade. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചു. ഇനി ഫിറോസ് ചേട്ടൻ്റെയും ബോബിയുടെയും റൂമിലോട്ട് പോവുകയാണ്. അത് 3rd ഫ്ലോറിലാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് റൂം ക്യാൻസലായെന്ന്. ഇവർ റെഡി ആവാൻ ലേറ്റായി, ഞങ്ങളുടെ റൂം ക്യാൻസലായി. Check my outfit. അപ്പോൾ നമുക്ക് അവരുടെ റൂമിലോട്ട് പോകാം. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voice. ഞങ്ങൾ 2 റൂമിലും ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളിങ്ങനെ നോവോട്ടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ. ഓ മൈ ഗോഡ്, too much. And we are going to take so many pictures and videos from this place. നമുക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് 2 റൂമിനും ഇതുപോലെ കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ഈ കാർഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാനും. നമുക്ക് ഈ കാർഡ് വേണം യൂസ് ചെയ്യാൻ. ഇത്രയും ദൂരം വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, റൂമിൽ വന്നപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, എൻ്റെ വീഡിയോയിൽ വന്നൊരു ഹായ് പറ, ഞാനൊരു വ്ളോഗ് എടുക്കുമല്ലേ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുരുത്തം കെട്ടവൻ ഇങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ എൻ്റെ വീഡിയോയിൽ വന്ന് ഒപ്പിച്ച് വെക്കുന്നത്. എനിവേ, അതൊക്കെ പോട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം മനസ്സും വയറും നിറയുക എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് വീഡിയോക്കകത്ത് വന്ന് എന്താ പറയുക, ഹാജർ പറഞ്ഞിട്ട് പോകുന്നില്ല. ആർക്കോ വേണ്ടി വരുന്നതേ അമ്മ വരുന്നത് തന്നെ. അമ്മേനെ പിടിച്ച് നിർത്തണം. എൻ്റെ അമ്മ ഭയങ്കര ഷൈ ആണ്, പിന്നെ ഒട്ടും ഷൈ അല്ലാത്ത 2 മക്കളും. അപ്പോൾ അതൊരു പെർഫെക്റ്റ് കോംബോ ആണല്ലോ. എനിവേ, ഇറ്റ് വാസ് എ അമേസിങ്. എന്താ പറയുക, അത് ഈ ഒരു
മൊമെൻ്റ് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുകയാണ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ ഈ പപ്പാനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനാ വന്നത് എന്ന് മറന്നുപോയോ? ഇല്ലല്ലേ? എന്നാൽ ഞാനും മറന്നിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും പൂളിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. താഴെ ഫിറോസ് ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് റെഡിയായി താഴെ ചെന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പൂളിൽ പോകാൻ വേണ്ടിയാണ്. 2nd ഫ്ലോറിലാണ് പൂള് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരുക്കത്തിലൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വ്ളോഗ് എടുക്കലും എന്ന് വേണേൽ പറയാം. പക്ഷേ നേരെ ചൊവ്വനെ വ്ളോഗ് എടുക്കാൻ എന്നെ സമ്മതിക്കാത്ത 2 ഐറ്റങ്ങളാണ് ഇവർ രണ്ടുപേരും. ഇതുങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒന്നെൻ്റെ ആങ്ങളെ, ഒന്നെൻ്റെ ആൻറ്റിയും. രണ്ടിനും മുഴുവട്ടായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുകയാണ് ഗൈസ്. Where stress dissolves like footprints in the sand. ഇതാണ് നമ്മുടെ പൂൾ ഏരിയ വരുന്നത്. ആൻഡ് ദിസ് ഇസ് ലിറ്ററലി ബ്യൂട്ടിഫുൾ ഗൈസ്. കാരണം എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ ഒരു പൂള്, അതിൻ്റെ ഏരിയ. ഇറ്റ് വാസ് റിയലി അമേസിങ്. നമ്മളൊരു 2-3 മണിക്കൂർ വെള്ളത്തിൽ അടിച്ച് പൊളിച്ചാനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു 6 മണിയായപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയെങ്കിൽ 8 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു കയറി. കാരണം ഏതാണ്ട് ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിൽ കിടന്നൊരു ഫീലായിരുന്നു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഞാൻ അബുദാബിയിലെ എനിക്കൊന്നു 2nd ടൈമാണ് ഞാൻ ഈ വരുന്നത്. അപ്പോൾ ഓർത്ത് സിറ്റിയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഫുഡും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ റെഡിയായി പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. നമുക്കിവിടുത്തെ പ്ലേസ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ തപ്പിയപ്പോൾ ഫ്രഷ് പാലസ് റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അതിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ റിവ്യൂ കണ്ട് ഞെട്ടിപ്പോയി. ഓൾമോസ്റ്റ് 5000 എബവ് ആൾക്കാരാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിന് റിവ്യൂ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മളോർത്ത് എങ്കിൽ പിന്നെ പോയി ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി, ബോബി ഒരു ബീഫ് ബിരിയാണി, അമ്മ ഒരു പുട്ടിൻ്റെ ഒരു സെറ്റ്, ബിൻസിയാൻ്റെ ഒരു കഞ്ഞി വാങ്ങി, പിന്നെ ഫിറോസ് ചേട്ടനൊരു എനിക്കൊന്ന് കൊത്തു പൊറോട്ട അങ്ങനെ എന്തോ ഒരു സാധനം കൂടെ വാങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു ഐറ്റത്തിന് പോലും ഒരു മോശം പറയാനോ അല്ലെങ്കിൽ ഒരു കുറവ് പറയാനായിട്ടോ ഇല്ല. നമുക്കെല്ലാവർക്കും എന്താ പറയുക ഒത്തിരി ഇഷ്ടമായി അവിടുത്തെ ഫുഡ്. അപ്പം ആ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ 5000+ ആൾക്കാർ ഈ ഒരു റെസ്റ്റോറൻറ്റിന് റിവ്യൂ ഇട്ടിരിക്കുന്നതെന്ന്. നമ്മൾ ചെന്ന ടൈമിൽ പോലും അവിടെ നല്ല തിരക്കാണ്. പുറത്ത് ഫുൾ തിരക്ക്, അകത്ത് ഫുൾ തിരക്ക്. പിന്നെ നമുക്ക് അകത്ത് സീറ്റ് കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഓരോ ചായ വീതം പറഞ്ഞു. ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റേക്കേഷനിൽ നമ്മളെല്ലാം വളരെ അലൈൻഡായിരുന്നു. നമ്മൾ പോയതും നമ്മൾ പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തതും അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നതും എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 10-10:30 ആയപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. ഗൈസ് ഇപ്പം സമയം എത്രേ?
1:35 ഞങ്ങൾ 4 പേരും കൂടെ, അമ്മ ഓൾറെഡി ഉറങ്ങി, ഞങ്ങൾ 4 പേരും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു നൈറ്റ് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഫ്രണ്ട് സൈഡാ ബാക്ക് സൈഡാ? റിസോർട്ടല്ല, ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡിൽ വന്നിരിക്കുക. ഇവിടെ ഇതുപോലെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ നല്ലപോലെ സ്പേസ് ഉണ്ട്. ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗുഡ്, ക്വൈറ്റ് റിലാക്സിങ് ആൻഡ് എല്ലാം കൊള്ളാം. ഗൈസ്, ഞങ്ങളുടെ ബിൻസാൻഡി ഈ മെഷീനിലൊക്കെ കയറിയിട്ട് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഈ എന്താ പറയുക, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാന്ന് കേട്ടിട്ടില്ലേ, ആ പരിപാടിയാവും. എന്തായാലും ബിൻസാൻഡിയുടെ കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അതിന് പറ്റിയ ഡയലോഗൊക്കെ ചേർത്തിട്ട് ഇറക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അങ്ങനെ ജിമ്മും ഫുള്ള് നമ്മൾ ആ ഹോട്ടലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം, എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ റൂമിലെത്തി. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, എങ്കിൽ മാത്രമേ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഹോട്ടൽ. സോ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ബുക്ക് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇതൊരു ഹൈലി റെക്കമെൻഡഡ് ഹോട്ടലാണ്. എനിവേ, എൻ്റെ വീഡിയോയിൽ താങ്ക്സ് ഫോർ ബീയിങ് പാർട്ട് ഓഫ് മൈ വ്ളോഗ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻ, ഫീഡ്ബാക്ക് എന്താണെങ്കിലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ സ്റ്റേക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് ഷാർജ മുഴുവനും മഴ പെയ്ത് ഫ്ലഡായിരിക്കുകയാണ്. എന്തൊക്കെയായാലും എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്റ്റേക്കേഷൻ ആയിരുന്നു. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.